ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു ബാക്ക് പിന്നാണ്. സോ ബാക്ക് പിന്നിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ, A4 ഷീറ്റോ തിക്കുള്ള പേപ്പർ കൊടുക്കുക. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സ്കെച്ച് ബുക്കിൽ നിന്ന് എടുത്തൊരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പേപ്പർ വേണം. ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. പിന്നെ വേണ്ടത് അഫ്കോഴ്സ് സിസേഴ്സാണ് കേട്ടോ. സിസേഴ്സ് വേണം. പിന്നെ നമുക്ക് കവായ് സ്റ്റിക്കർ വേണം. കവായ് സ്റ്റിക്കർ തന്നെ വേണമെന്നില്ല, വരച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് പേപ്പറിൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹാൻഡ് മെയ്ഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പേപ്പറിൽ ഓൾറെഡി പേപ്പറിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം. ഗൈസ്, പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം, ടേപ്പ്. ഗൈസ്, പേപ്പർ പിന്നെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പിന്നും വേണം കേട്ടോ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ മറന്നു പോകുകയാണ്. ഒരു പിന്നും എടുക്കുക. നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നുണ്ട് അത്ര പിന്നെടുക്കുക. ഞാൻ അപ്പം തൽക്കാലത്തിൽ ഒരെണ്ണം ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഒരു പിന്ന് മതി. അപ്പോൾ നമുക്ക് നമ്മളെ പണി തുടങ്ങാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റിക്കർ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഈ ക്യൂട്ടായിട്ടുള്ളൊരു ഗേളിനെയായിട്ട് എടുക്കുന്നത് കളർ സ്റ്റിക്കറത്തെ. ഞാൻ ഈ ഒരു ക്യൂട്ടി ഗേളിനെയായിട്ട് എടുക്കണേ. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതിനേക്കാളും ക്യൂട്ട് കവായ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ തൽക്കാലത്തിന് നമുക്കിതൊക്കെ മതി അല്ലേ? അപ്പോൾ ഈ ഒരു ക്യൂട്ട് ഗേളിനെയായിട്ട് ഞാൻ എടുക്കണേ. ഇനി നമുക്ക് ആ ക്യൂട്ട് ഗേളിനെ നമ്മളെടുത്ത പേപ്പറില്ലേ അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി ചെറിയ സ്റ്റെപ്സൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ ഒരു പിന്നെടുക്കാം. നമ്മളിപ്പോൾ ഒരു പിന്നെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ എടുത്തിരുന്ന അതൊക്കെ കേട്ടോ ഗൈസ്. ആ പിന്നെടുത്തിട്ട് ടേപ്പ് അല്ലെങ്കിൽ മാസ്കിങ് ടേപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ ഒരു ടേപ്പ് എടുത്തിട്ട് പിന്നെ നമുക്ക് കയ്യിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇനി പിന്നെടുക്കാം, അല്ലെ പിന്നെന്നാ പറയണേ. ടേപ്പ് എടുക്കാം. നമുക്കിങ്ങനെ ടേപ്പ് ഇങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെ ഇതേപോലെ ടേപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നില്ലേ അത് ഇതേപോലെ വെക്കണം കേട്ടോ. ഇതേപോലെ എങ്ങനെയായാലും കുത്തുന്ന രീതിക്ക് വെക്കണം. ഞാൻ എങ്ങനെയായിട്ട് വെക്കണേ, ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഈ ടേപ്പില്ല അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നല്ല മാക്സിമം നല്ല സെക്യൂറായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എളുപ്പപ്പണിക്ക് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യം പിന്നിൻ്റെ മേലെ കൂടെ ഒട്ടിച്ചിട്ട് പിന്നെ ഇത് ഒട്ടിക്കാമെന്നാണ് കരുതുന്നത് ഗൈസ്. പണി ഒക്കൂലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സോ പിന്നെ ആദ്യം ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബാഗിൽ ഒട്ടിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാട്ടോ. അപ്പോൾ ഇതിപ്പോൾ അടുത്ത് ട്രെൻഡിങ് ആയതാണ്. ട്രെൻഡ് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കേട്ടോ. അതേപോലെ ഇങ്ങനെ ബാഗിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് ബാഗില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു ബാഗാണ് കയറ്റിക്കോളൂ. ഇങ്ങനെ ഇരിക്കും, നല്ല ക്യൂട്ടായിരിക്കും. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി ഷോ ഒക്കെ കാണിക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.